ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കസിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും ആമിയും ഇക്കായും ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങ് പോന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ നിൽക്കണത് ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഞാനും ആമിയും കൂടെ ഇറങ്ങിട്ടോ. ഇവനിങ്ങനത്തെ പരിപാടിക്ക് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാത്തിനും ഇങ്ങനെ ഇറങ്ങി നടന്നോളും. ഇന്നലെ ഭയങ്കര കൊല മഴയായിരുന്നേ. അതുകൊണ്ട് ആ ഒരു വെളിച്ചമൊന്നും ഇല്ല ഇന്ന് നേരം വെളുത്തിട്ടും ഇപ്പോൾ സമയം 12 മണി ആവാറായി. എന്നാലും വെയിലൊന്നും ആയിട്ടില്ല കേട്ടോ, മൂടി കിടക്കുക. അപ്പം ഞങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ പാവയ്ക്ക കേട്ടോ പറിച്ചത്. ഒത്തിരി പാവൽ പൂവിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാട്ടുപാവലിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയൊരു സൈസിലാണ് കേട്ടോ. ആമി എൻ്റെ പുറകെ പാത്രമായിട്ട് നടന്ന് വരുവാണ്. അവന് വന്നിട്ട് ദേ പൊതു തക്കാളി, നമ്മുടെ ഗോൾഡൻ ബെറി എന്ന് പറയണില്ലേ, അത് പറിച്ച് അവൻ തന്നെ കഴിക്കുക കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടം. അവന് തക്കാളിയും കുട്ടിത്തക്കാളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും ഫുൾ ടൈം നടക്കുക. വേറെ ഒന്നും വേണ്ട. ഈ ഇറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടാണ് ഉണ്ടാവും. അപ്പോൾ അതാണ് പറിച്ച് തിന്നാൻ കേട്ടോ. അതിന് ചോട്ടി നിൽക്കണ മുഴുവൻ ഇഞ്ചിയാണ് കേട്ടോ. ഇവിടെ ഉമ്മച്ചിയും വാപ്പിച്ചിയും എന്ത് സാധനം കിട്ടിയാലും അപ്പം അങ്ങനെ കുഴിച്ചിടും. അത് പിന്നെ നമ്മളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നുവിടും, അല്ലെങ്കിൽ ആരെയിലൊക്കെ വരുമ്പോൾ കൊടുത്തുവിടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, കാട്ടുതക്കാളി എന്നാണ് നമ്മളൊക്കെ പറയണത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇത് ഇങ്ങനെ കൊലയായിട്ടുണ്ടാവും, ഇത്ര സൈസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ മാത്രമേ അത് വലുതാവുള്ളൂ. നല്ല പുളിയുള്ളൊരു തക്കാളി കേട്ടോ. ഇതിൻ്റെ നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും. ഇതിപ്പോൾ ഒരു അത്രയ്ക്ക് മൂപ്പായിട്ടില്ല. ആമിക്ക് കഴിക്കാൻ വേണ്ടി ഞാനത് പറിച്ചെടുത്താ കേട്ടോ. ഇതിങ്ങനെ ഈ ചെടി മുഴുവനായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് ആപ്പിൾ തക്കാളി. ഇത് വന്ന് സാധാരണ നാടൻ തക്കാളി കേട്ടോ, കുറച്ച് വലിയ സൈസ് നാടൻ തക്കാളിയാണ്. ഇതെല്ലാം എന്നേക്കാ പൊക്കത്തിലാട്ടോ വളർന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കിട്ടിയതൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നപ്പോൾ നോക്കിയപ്പോഴാണ് 2 ചോള നിൽക്കുന്നത് കണ്ടേ കേട്ടോ. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്തെ ഇല പോലത്തെ ഭാഗമില്ല, അതൊക്കെ കുറച്ച് ഭയങ്കര നനഞ്ഞ് കളറൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ. ഞാൻ ചീഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച പറിച്ചെടുത്തേ. ഇനിയിപ്പോൾ തുറന്ന് നോക്കണം പറ്റി പീസായോ എന്നറിയാനായിട്ട്. കുറേ നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാവുന്ന ചോളമൊക്കെ ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം വളമൊന്നും നമ്മൾ ചേർക്കണില്ല, വിഷമൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ അതിൻ്റേതായ ഒരു രീതിയിലാണ് വളർന്നു വരുന്നത്. പഴുത്ത തക്കാളി ആമിയപ്പോൾ തന്നെ കഴിക്കുക കേട്ടോ. അത് ഞെക്കിയത് മേത്തോട്ട് മുഴുവൻ അതിൻ്റെ വിത്തെല്ലാം തെറിച്ചു. പുളിയുള്ള ഫുഡ് ഇവന് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് ഒരു ചിലന്തി നിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനമാണ്. അതിൻ്റെ വലയ്ക്കകത്തത് എന്തോ ഒരു പ്രാണി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉമ്മിച്ചി പറിക്കാൻ കൂടാന്ന് പറഞ്ഞു. കുറച്ച് ബീൻസൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഉമ്മിച്ചി പറിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മിച്ചിയും കൂടെ കൂടിയിട്ടോ. കുറച്ച് പാവൽ കിട്ടിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഉമ്മിച്ചി കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മിച്ചി കാണാതെ കിടന്നതൊക്കെയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. 2 വഴുതനങ്ങ കിട്ടി. എനിക്ക് വഴുതനങ്ങ തോരൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, തേങ്ങ ഇട്ട് വെക്കണത്. ഞാൻ പഠിക്കാനൊക്കെ പോയിക്കൊണ്ട സമയത്ത് എനിക്ക് സ്ഥിരം വഴുതനങ്ങ തോരനായിരുന്നു. കുറച്ച് മുളക് കൂടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ തോരൻ വെക്കുന്ന സൈസ് മുളകും സാധാരണ നമ്മുടെ എരിവുള്ള കൊമ്പ മുളകും. അപ്പോൾ അത് 2-3 കൂടെ പറിച്ചെടുത്തു കേട്ടോ. ഉള്ളതായി ഒരു തോരൻ എപ്പോഴേലൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഇടാനുള്ള പാകത്തിനുള്ളതൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാം പറിച്ചിട്ട് നടന്ന് അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. പോണ വഴിക്ക് തന്നെ വേറെ ഒരു ഗോൾഡൻ ബെറിയുടെ ചെടി കൂടി ഉണ്ട്. അപ്പോൾ അതവൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് അവന് 2-3 പഴുത്ത് നിന്നത് പറിച്ചിട്ട് കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ കുട്ടിത്തക്കാളി, ഈ ഗോൾഡൻ ബെറി, ഇതൊന്നും എനിക്ക് കണ്ടുകൂടാ. അതിൻ്റെ ടേസ്റ്റൊക്കെ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും പിന്നെ ഇപ്പോൾ എനിക്കതൊന്നും കഴിക്കാനേ തോന്നത്തില്ല. പക്ഷേ അതിൻ്റെ പകരം തീർക്കുന്നുണ്ട് ആമി ഇപ്പോൾ. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ആമി ഇപ്പോൾ. അവൻ തന്നെ പൊളിച്ച് കഴിച്ചോളൂ. അതിൻ്റെ തൊലിയൊക്കെ പൊളിക്കേണ്ടത് അവൻ എങ്ങനെയാണോ കണ്ട് മനസ്സിലാക്കിയേക്കണേ. മേത്തിരിക്കുന്നുണ്ട്. മറ്റേ തക്കാളി ഞെക്കി പൊട്ടിച്ചപ്പോൾ തെറിച്ച് വന്ന അതിൻ്റെ വിത്തൊക്കെ അതെല്ലാം ദേഹത്തും ഡ്രസ്സിലും ഒക്കെ ആയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. അത് കണ്ടിട്ടില്ല എന്നാണ് തോന്നണേ. ഇനിയിപ്പോൾ കുളിപ്പിച്ച് വെടിപ്പാക്കിയിട്ട് വേണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഉച്ചയാവും കല്യാണത്തിന് പോകാനായിട്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ വെച്ചാണ് കല്യാണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. മഴയൊക്കെ ആണെങ്കിൽ വണ്ടിയിലെങ്ങാനും പോകണം എന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നത്. ഉമ്മച്ചപ്പോഴത്തേക്കും പറിച്ചുകൊണ്ട് വന്ന ചോളം പൊളിച്ചെടുക്കുക കേട്ടോ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പൊളിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ കുറച്ച് വിത്തേ ഉള്ളൂ. പക്ഷെ ഉള്ള വിത്തെല്ലാം നല്ല ജമണ്ടൻ വിത്ത് കേട്ടോ. ഇത് കുറച്ച് മൂപ്പ് അധികമായിപ്പോയി. ഇനിയിപ്പോൾ നട്ട് വെച്ചാലേ ഉള്ളൂ. ഇനി നട്ട് വെച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും. പിന്നെ മണ്ണിൻ്റെയും ഒക്കെ ഒരു
കാര്യങ്ങൾ ഈ കൃഷീനെയൊക്കെ എന്നാ പറയുക സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. കാരണം ഓരോ സസ്യങ്ങൾ വളരാനും അതിൻ്റേതായ മണ്ണും വളമൊക്കെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ 2 ചോളം ഈ ഒരു സൈസാട്ടോ. ഇനിയിപ്പോൾ പറിക്കാൻ നിൽക്കുന്നതും ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പം ഞങ്ങളതെല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡി ആവട്ടെ.